ഹലോ ഫ്രണ്ട്സ്, ഞാൻ ജെന്നി, എയിംസ് ലേഡീസ് ക്ലോത്തിങ് സ്റ്റോർ, കുത്തുകുഴി, കോതമംഗലം. ഇന്ന് നമുക്ക് സാരിയുടെ വീഡിയോസ് ആണ്. അപ്പോൾ കുറച്ച് സെമി സിൽക്ക് സാരീസും കുറച്ച് കോട്ടൻ്റെ സാരീസും കൂടെ, വെറൈറ്റി ആയിട്ടുള്ള കോട്ടൺ സാരീസും കൂടെ കാണാം. ഫസ്റ്റ് വരുന്നത് ഒരു സെമി സിൽക്കിൽ പോച്ചമ്പള്ളി ബോർഡർ വന്നിരിക്കുന്ന, അല്ലെങ്കിൽ ഇക്കത്ത് പോച്ചമ്പള്ളി ബോർഡർ വന്നിരിക്കുന്ന ഒരു നല്ല ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് സാരി. രണ്ട് ബോർഡറും ഇങ്ങനെ ഒരു ഇക്കത്ത് വീവിങ്, പോച്ചമ്പള്ളി വീവിങ് ആണ് വന്നിരിക്കുന്നത്. ചെറുതായിട്ട് ഒരു ഗോൾഡിൻ്റെ ചെറുതായിട്ടൊരു ലൈൻസും കൂടെ പോയിട്ടുണ്ട്, പക്ഷേ അതങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കില്ല. ഒരു ചെറിയ ഒരു ഗ്ലോസി ഫീലിംഗ് ഉണ്ടാകും, അത്രയേ ഉള്ളൂ. വളരെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു ഗോൾഡൻ ലൈൻസ് അല്ല. പിന്നെ അതിൻ്റെ പല്ലു വരുമ്പോൾ എന്നും ഞാൻ തിരിച്ചിടും. അതിൻ്റെ പല്ലു വരുമ്പോൾ ഇതേപോലെ നല്ല ഡാർക്ക് മജന്തയാണ് കേട്ടോ. എല്ലാം നല്ല ഡാർക്ക് കോമ്പിനേഷൻസ് ആണ്, ലൈറ്റ് ആൻഡ് ഡാർക്ക് കോമ്പിനേഷൻ അല്ല. സാരിയും ഡാർക്കാണ്, അതിൻ്റെ പല്ലും ഡാർക്കാണ്. അതിൻ്റെ ബ്ലൗസ് വരുമ്പോഴും ഇതുപോലെ, പല്ലുവിൽ വേറെ പ്രത്യേകിച്ച് വർക്കൊന്നുമല്ല, സിമ്പിളാണ്. ഇങ്ങനെ ഒരു 2-3 ഗോൾഡൻ ജെറിയുടെ ഒരു ലൈൻസ് ഇങ്ങനെ പോയിട്ടുണ്ടെന്നേ ഉള്ളൂ. അതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ഇതുപോലെ തന്നെ ഈ മജന്ത ഷെയ്ഡിൽ കൈയുടെ 2 സ്ലീവിലും ഇതുപോലെ തന്നെ ഈ പോച്ചമ്പള്ളി വീവിങ് വന്നിട്ടുണ്ട്. ഇതാണ് സാരി. അപ്പം ഇതിന്റെ എല്ലാ കളേഴ്സിലും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. കളർ കോമ്പിനേഷൻസ് ഡിഫറെന്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊരു സെമി സിൽക്ക് ഫാബ്രിക് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, വെയിറ്റ് ഒന്നുമില്ല, സെമി സിൽക്ക് ആണ്. അത്യാവശ്യം ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയൽ ആണ്, ഇങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കുന്ന മെറ്റീരിയൽ അല്ല. തീരെ ഒട്ടിക്കിടക്കുകയില്ല, എന്നാൽ അത്യാവശ്യം ഒതുങ്ങി കിടക്കുകയും ചെയ്യും. 1850 ആണ് സാരിയുടെ റേറ്റ്. അടുത്തത് വരുന്നത് ഒരു പിങ്ക് ആൻഡ് പർപ്പിൾ കോമ്പിനേഷൻ. എല്ലാത്തിനകത്തും ഒരു പർപ്പിൾ കയറി വന്നിട്ടുണ്ടല്ലേ. ഇങ്ങനെ പിങ്ക് ആൻഡ് പർപ്പിൾ കോമ്പിനേഷനിൽ വരുന്ന ഒരു സാരിയാണ്. ഇങ്ങനെ വരും, ബോഡി ഫുൾ പർപ്പിൾ വരും, 2 സൈഡിലും ഇങ്ങനെ ഈ പോച്ചമ്പള്ളി വീവിങ് വരും. ഇതാണ് പല്ലു, ഇങ്ങനെ വരും. അതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ഇതാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത്. പർപ്പിൾ ഷെയ്ഡിൽ പോച്ചമ്പള്ളി വീവിങ് വന്നിട്ട്, സ്ലീവിൽ പോച്ചമ്പള്ളി വീവിങ്. അടുത്തത് വരുന്നതും ഒരു പർപ്പിളാണ്, പർപ്പിൾ ആൻഡ് ഗ്രീൻ. ഇങ്ങനെ പർപ്പിൾ ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ആണ് വരുന്നത്. നല്ല ഡാർക്ക് പർപ്പിൾ ആൻഡ് ഡാർക്ക് ഗ്രീൻ. ഇങ്ങനെ വരും. ഡാർക്ക് കളേഴ്സ് ഇഷ്ടമുള്ളവർക്ക് നല്ലതാണ്. പർപ്പിൾ ആൻഡ് ഗ്രീൻ. ഗ്രീനൊക്കെ എക്സാക്ട് കളറല്ലേ കിട്ടുന്നത്. ഇതിന്റെ ചിലതിന്റെ പല്ലുവിലൊരു വ്യത്യാസമുണ്ട് കേട്ടോ. ഇതിനകത്ത് അല്പം പർപ്പിളും കൂടെ ഇങ്ങനെ ലൈൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ ബ്ലൗസ് വരുമ്പോഴും ഗ്രീനിൽ കയ്യിലിങ്ങനെ സ്ലീവായിട്ടുള്ള ബ്ലൗസാണ് വരുന്നത്, ഗ്രീൻ കളറിൽ തന്നെ. അടുത്തത് വരുന്നത് നല്ല ഒരു ലൈറ്റ് വാടാമുല്ല പോലെയുള്ള ഒരു കളറാണ്. ആ കളറിനകത്ത് യെല്ലോ കോമ്പിനേഷനാണ് വരുന്നത്. ഒരു മാമ്പഴ യെല്ലോ കോമ്പിനേഷനാണ്. ഇങ്ങനെ വരും. ഒരു വാടാമുല്ല ഷെയ്ഡ് എന്ന് പറയാം. വാടാമുല്ലയുടെ അത്രയും ഡാർക്ക് അല്ല, അതിലും അല്പം കൂടെ ലൈറ്റർ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇതാണ് പല്ലു. ഒരു മാമ്പഴ യെല്ലോ കളറാണ് പല്ലുവിന് വരുന്നത്. അതേപോലെ ബ്ലൗസും സെയിം ടോണിൽ തന്നെ വരുന്ന ബ്ലൗസ്. അടുത്തതും ഒരു സെമി സിൽക്കിൽ വരുന്ന സാരിയാണ്. സെമി സിൽക്കില് ഇതൊരു 1100 റേഞ്ച് വരുന്ന സാരിയാണ്. ഇത് ഒത്തിരി വിടർത്തിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മടക്ക് മുഴുവൻ പോകും. ഇതെങ്ങനെയാണ് ഈ സാരി വരുന്നത്? ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡാണ്. 2 സൈഡിലും ഒരു ഗ്രീൻ ആൻഡ് ഒരു ജെറി വീവിങ് വന്നിട്ടുണ്ട്. ബോഡിയെ കൂടെ ഇങ്ങനെ ഒരു ആ ഗ്രീൻ ഷെയ്ഡിലുള്ള ത്രെഡിന്റെ ഒരു വെർട്ടിക്കൽ ലൈൻസ് വന്നിട്ടുണ്ട്. പല്ലു ഇങ്ങനെ വരും. പല്ലുവിൽ ഇങ്ങനെ ജസ്റ്റ് ലൈൻസ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള പല്ലുവാണ്. ഇത് ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരിയാണ്, സെമി സിൽക്ക് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. 1100 ആണ് ഈ സാരിയുടെ വില, 1100. അടുത്തത് വരുന്നതും ഒരു ഒണിയൻ പിങ്ക് ഷെയ്ഡിൽ വരുന്ന സിൽക്ക്. അതായത് ഇതൊക്കെ നല്ല ഒതുങ്ങി കിടക്കുന്ന സിൽക്ക് മെറ്റീരിയൽ ആണ്. ബോഡിയിൽ ഇതുപോലെയുള്ള ഗോൾഡൻ ബുട്ടാസ് വരും.
ഈ സൈഡിൽ നോക്കിയാലും ഇവിടെ ഇങ്ങനെയുള്ള ഗോൾഡൻ ബുട്ടാസ്. അതായത് നമ്മളിങ്ങനെ ഫ്രണ്ടിൽ ഇടുന്ന അത്രയും പോർഷനാണ് അടുപ്പിച്ചടുപ്പിച്ചുള്ള ബുട്ടാസ് ഉള്ളൂ. പിന്നെ അത് സ്കാറ്റർ ചെയ്തിട്ടാണ് ബുട്ടാസ് പോയിരിക്കുന്നത്. ഒത്തിരി അടുപ്പിച്ചല്ല പിന്നെ പോയിരിക്കുന്നത്. അതിൻ്റെ പല്ലു വരുമ്പോൾ പല്ലു പോർഷനിലും ഇതേ ഇങ്ങനെ രണ്ട് വലിയ ജെറി വീവിങ്ങിൻ്റെ രണ്ട് വലിയ ഡിസൈൻ വരുന്നുണ്ട്. ബ്ലൗസ് സെയിം ടോണിൽ തന്നെയുള്ള ബ്ലൗസാണ്. ഇതിൻ്റെ ഒരു സൈഡിൽ കൂടെ ഒരു സിൽവറിൻ്റെ ഒരു 2-3 ചെറിയ ഇങ്ങനെ ലൈൻസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. വേറെ ബോർഡറൊന്നുമില്ല. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ലൈറ്റ് വെയിറ്റ് ആയിട്ടും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2800 ആണ് ഈ സാരിയുടെ റേറ്റ്. അതിൻ്റെ തന്നെ ഒരു മജന്ത, ഇത് അതിൻ്റെ മജന്ത ഷെയ്ഡാണ്. ഇതും സെയിം തന്നെയാണ്. ഇതിൻ്റെ ഒരു ഓൺലി ഡിഫറൻസ് വന്നിരിക്കുന്നത് അതിൻ്റെ വീവിങ് വന്നിരിക്കുന്നത് ഒരു സ്ക്വയർ പാറ്റേണിലാണ്. ജെറി വീവിങ് വന്നിരിക്കുന്നത് ഇതിനകത്ത് വന്നിരിക്കുന്നത് സ്ക്വയർ പാറ്റേണിലാണ്. പിന്നെ അതിൻ്റെ ബോർഡർ എന്ന് പറയുന്നത് ചെറുതായിട്ടൊരു ഗ്രീൻ ടിഞ്ചും സിൽവർ ലൈൻസും കൂടെ പോയിരിക്കുന്ന ബോർഡറാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെയും അതുപോലെ തന്നെ പല്ലു പോർഷനിൽ ഇങ്ങനെ സ്ക്വയർ പാറ്റേണിൽ തന്നെയുള്ള രണ്ട് വലിയ ഡിസൈൻസ്. നമ്മുടെ ബോഡിയിൽ വന്നിരിക്കുന്ന ഡിസൈൻ തന്നെ കുറച്ചുകൂടെ വലുതായിട്ട് പല്ലുവിൽ കൊടുത്തിരിക്കുന്നു. ബ്ലൗസ് സെയിം. ഇതും 2800 ആണ് ഈ സാരിയുടെ റേറ്റ്. പിന്നെ അടുത്തത് വന്നിരിക്കുന്നതും ഇതും ഇങ്ങനെ ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സിൽക്ക് സാരിയാണ്. ഇതൊക്കെ ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ. നമുക്ക് ഹാൻഡ് വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന മെറ്റീരിയലാണ്. ഇതിൻ്റെയൊക്കെ ഷെയ്ഡ് ഒരു ഒരു അല്പം ഒരു ഡബിൾ ഷെയ്ഡ് വരുന്നുണ്ട് ഇതിനൊക്കെ. ഒരു ലൈറ്റ് ഓറഞ്ചും ഒരു മസ്റ്റാർഡ് യെല്ലോയും കൂടിയൊക്കെ കൂടിയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. പിന്നെ ഇതിൻ്റെ ബോർഡർ വരുമ്പോൾ പർപ്പിൾ. ഇത് ഭയങ്കര ഡാർക്കായിട്ടാണോ കാണുന്നത് പർപ്പിള്? കാരണം ഈ ഒരു ഓറഞ്ച് ഷെയ്ഡും പർപ്പിളും കൂടെ മിക്സ് ആയിട്ട് വന്നിരിക്കുന്നതുകൊണ്ട് പർപ്പിള് ഭയങ്കര ഡാർക്കായിട്ട് എടുത്ത് കാണിക്കില്ല അതിൻ്റെ ബോർഡർ. രണ്ട് സൈഡിലും ഇങ്ങനെയാണ്. പർപ്പിളും ഒരു ബ്ലൂവും കൂടെ ചേർന്നിട്ടുള്ള ഷെയ്ഡാണ്. പിന്നെ അതിൻ്റെ പല്ലു പോർഷൻ വരുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സാരി ആട്ടോ. അത് പിടിക്കുമ്പോൾ തന്നെ അങ്ങ് പോകുന്നു. പല്ലു പോർഷൻ വരുമ്പോൾ ഇങ്ങനെ വരും. നമുക്കിതൊക്കെ ഹാൻഡ് വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന സിൽക്ക് ആട്ടോ. അതെ, പല്ലു പോർഷൻ ഇങ്ങനെയാണ്. ത്രെഡ് വീവിങ് ആണ് ഈ സാരിയെ കൂടെ വന്നിരിക്കുന്നതെല്ലാം ത്രെഡ് വീവിങ് ആണ്. പക്ഷെ ത്രെഡ് വീവിങ് ആണെങ്കിലും വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരി ആട്ടോ. വളരെ കൂളായിട്ട് നമുക്കിങ്ങനെ ഇടാം. 1 ലെയർ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം, പിൻ ചെയ്തിടണമെങ്കിൽ അങ്ങനെ ഇടാം. പിന്നെ ബ്ലൗസ് വരുമ്പോഴും ഇതുപോലെ തന്നെ ഈ ഒരു ബൂട്ട ഡിസൈനിൽ ഇങ്ങനെ ബ്രൊക്കേഡായിട്ട് വന്നിരിക്കുന്ന ബ്ലൗസാണ് വന്നിരിക്കുന്നത്. ആ ഒരു പർപ്പിൾ ആൻഡ് ബ്ലൂ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ബ്ലൗസ്, നമ്മുടെ പല്ലുവിൻ്റെ അതേ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ബ്ലൗസ്. ഈ സാരിയുടെ റേറ്റ് 1580 ആണ്. ഈ സാരിയുടെ റേറ്റ് വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സിൽക്ക് മെറ്റീരിയലാണ്. ഇതെങ്ങനെ വരും. അടുത്തതും ഏകദേശം ഒരു അതിനേക്കാൾ ഒരു അല്പം കൂടെ ലൈറ്റർ ഷെയ്ഡാണ് ബോഡി. ബോർഡർ ഏകദേശം സെയിം തന്നെയാണ്. ബോഡിയിലെ ഡിസൈൻ അല്പം കൂടെ ചെറുത്, അതിന്റെ കളറും അല്പം കൂടെ ലൈറ്റ്, അത്രേ ഉള്ളൂ വ്യത്യാസം. ഇങ്ങനെ വരും. അല്പം ഒരു ഡബിൾ ഷെയ്ഡ് ഈ ബോർഡറിനും ഉണ്ട് കേട്ടോ. അല്പം ഒരു ഡബിൾ ഷെയ്ഡ് കയറി വരുന്ന ബോർഡറാണ്. ഒരു പർപ്പിൾ ആൻഡ് ബ്ലൂ ആണ് ബോർഡർ. അതിനകത്ത് ലീഫ് ഡിസൈൻ കൊടുത്തിരിക്കുന്നു. ബോർഡറിൽ കൂടെ ചെറിയ ചെറിയ ബൂട്ട ഡിസൈൻസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പല്ലു ഇങ്ങനെ വരും. ബ്ലൗസും ഇത് തന്നെ വരും കോൺട്രാസ്റ്റ് ആയിട്ട്. $1580 ഈ സാരിയുടെയും റേറ്റ്. വളരെ ലൈറ്റ് വെയിറ്റ് ആട്ടോ, എടുക്കാനൊക്കെ നല്ല സുഖം. അടുത്തത് വരുന്നത് ഒരു സെമി സിൽക്കിൽ ഇങ്ങനെ എംബ്രോയിഡറി വരുന്ന ഒരു സാരിയാണ്. ഇത് നമ്മൾ ആദ്യം കാണിച്ച മെറ്റീരിയലിനേക്കാളും ഒരു അല്പം കൂടെ തിക്നെസ് ഉള്ള, ഒത്തിരി അങ്ങ് ചേർന്ന് കിടക്കുന്ന മെറ്റീരിയൽ അല്ല, പക്ഷെ എന്നാൽ അത്യാവശ്യം ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയലുമാണ്. നമുക്ക് വൺ ലെയർ ആയിട്ട് ഇടാനും പ്ലീറ്റ് ചെയ്തിടാനും കുഴപ്പമില്ല. നല്ല സാരിയാണ്. അതിനകത്തേ കൂടെ ഇതൊരു സെമി സിൽക്ക് മെറ്റീരിയലാണ്. അതിനകത്തേ കൂടെ ഇങ്ങനെ ഇതെല്ലാം എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത്. ഒരു റോയൽ ബ്ലൂ ഷെയ്ഡാണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. സൈഡിൽ കൂടെ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട്.
ബോഡിയിലും ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ പല്ല് വരുമ്പോൾ ഇത് പ്രിൻ്റാണ്, ഇത് എംബ്രോയിഡറി അല്ല വന്നിരിക്കുന്നത്. ഇത് അതിൻ്റെ സാരിയുടെ വന്നിരിക്കുന്ന പ്രിൻ്റാണ്. ടസൽസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ സാരിയുടെ റേറ്റ് വരുമ്പോൾ 1750 ആണ് ഈ സാരിയുടെ റേറ്റ്. ഇതിൻ്റെ ഈ എംബ്രോയിഡറി ഡിസൈൻ നമ്മൾ കാണുന്നിടത്തെല്ലാം ഇങ്ങനെ ഫുള്ളായിട്ട് തന്നെയുണ്ട്. പിന്നെ നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പോൾ നമ്മളിവിടെ കുത്തുന്നതൊക്കെ പോർഷനിൽ വരുമ്പോൾ അതേ ഇങ്ങനെ ഹാഫായിട്ടാണുള്ളൂ. പ്ലീറ്റ്സ് എടുക്കുന്നിടത്തൊക്കെ ഇങ്ങനെ ഹാഫായിട്ട്. 1750 ആണ് ഈ സാരിയുടെ റേറ്റ്. ഇങ്ങനെ വരും. വളരെ ഇങ്ങനെ ലൈറ്റായിട്ട് ഞാനിങ്ങനെ ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ, സോഫ്റ്റായിട്ട് കിടക്കുന്ന ഒരു മെറ്റീരിയലാണ്. അടുത്തത് വരുന്നത് ഒരു കോട്ടൺ ആൻഡ് സിൽക്ക് മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇതൊരല്പം സ്റ്റിഫായിട്ട് നിൽക്കുന്ന മെറ്റീരിയലാണ്. എന്നാൽ സോഫ്റ്റ് ആണ്, റഫായിട്ടുള്ള മെറ്റീരിയൽ അല്ല, സോഫ്റ്റ് ആണ്. പക്ഷെ ഉടുക്കുമ്പോൾ ഒരല്പം സ്റ്റിഫ്നെസ് ഉണ്ടാകും ഈ മെറ്റീരിയലിന്. ഇങ്ങനെ ട്രീ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. സാരിയിൽ മൊത്തം ഒരു ക്രീം ഷെയ്ഡാണ് സാരി. ബേസ് കളർ എന്ന് പറയുന്ന ക്രീമാണ്. ഇതെല്ലാം ഒരു ത്രെഡിൽ വീവിങ് ആണ്. അതായത് ഈ ട്രീ ഡിസൈനും ത്രെഡ് വീവിങ് ആണ് വന്നിരിക്കുന്നത്. പ്രിൻ്റ് അല്ല, ത്രെഡ് വീവിങ് ആണ്. ബ്ലാക്ക്, ഒരു ഓഫ് വൈറ്റിൽ ബ്ലാക്ക് ആണ് അതിൻ്റെ കോമ്പിനേഷൻ. അതിൻ്റെ ബോർഡർ കഴിഞ്ഞിട്ട് ചെറിയൊരു സിൽവറിൻ്റെ ഒരു ജെറിയും കൂടെ വന്നിട്ടുണ്ട്. ബോർഡർ കഴിഞ്ഞിട്ട് രണ്ട് സൈഡിലും വന്നിട്ടുണ്ട്. അതങ്ങനെ ഇതെല്ലാം ത്രെഡ് വീവിങ് ആണ്. പല്ല് വരുമ്പോൾ ഇങ്ങനെ വരും. വലിയ വ്യത്യാസമില്ല ബോഡിയിൽ വരുന്നതിനേക്കാളും. ഇടയിൽ കൂടെ ഒരു ലൈൻസ്, സിൽവർ ലൈൻസ് ഇങ്ങനെ പോയിട്ടുണ്ട്. അതേ ഉള്ളൂ വ്യത്യാസം. പിന്നെ ഇതിൻ്റെ ബ്ലൗസും സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് ഈ സെയിം ബ്ലൗസ് തയ്ക്കണം എന്നില്ല. നമുക്ക് വേണമെങ്കിൽ ഇതിന് ബ്ലാക്കോ ഒക്കെ കയ്യിൽ ബോർഡറൊക്കെ വെച്ച് നല്ല രസമായിട്ട് ഇടാവുന്നതാണ് ഈ സാരി. നല്ലൊരു സാരിയാണ്. ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ 1650 ആണ് ഈ സാരിയുടെ റേറ്റ്. 1650. അതേപോലെ അടുത്തത് വരുന്നതും ഒരു കോട്ടൺ ആൻഡ് സിൽക്ക് മിക്സ് ആയിട്ടുള്ള ഒരു സാരിയാണ്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന സാരിയാണ്. എന്നുവെച്ചാൽ ഭയങ്കര സിൽക്ക് പോലെ അങ്ങനെ അത്രയും സോഫ്റ്റ് അല്ല, പക്ഷേ നല്ല ഒതുങ്ങി കിടക്കുന്ന സാരിയാണ്. ഒരു പീച്ച് കളറിൽ ഈ ഡിസൈൻ വരുന്നത് ത്രെഡ് വീവിങ് ആണ്. ബോഡിയിൽ ഇങ്ങനെ ഒരു ഇക്കത്തിൻ്റെ വീവിങ്ങും വരും, ഒരു ജെറിയുടെ ഒരു ലെയറും കൂടെ വരും. ഇങ്ങനെ വരും സാരി. ഇതിൻ്റെ ബ്ലൗസ് പല്ലു ഒരു സിമ്പിൾ പല്ലുവാണ്. ഇങ്ങനെ തന്നെ ആ സെയിം ഡിസൈനിൽ വരുന്ന വീവിങ് ഇങ്ങനെ ഫുൾ കൊടുത്തിരിക്കുന്നു. അതാണ്. പിന്നെ ബ്ലൗസ് വരുമ്പോൾ പ്ലെയിൻ വന്നിട്ട് കയ്യിലിങ്ങനെ സ്ലീവിൽ ഇങ്ങനെയാണ് വരുന്നത്. 1700 ആണ് ഈ സാരിയുടെ റേറ്റ്. ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല കംഫർട്ടബിൾ ആണ് ഉടുക്കാൻ. കോട്ടണും സിൽക്കും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അടുത്തത് വരുന്നത് ഇനി കോട്ടണിൽ നമ്മുടെ ചിക്കൻ വർക്ക് വരുന്ന, അതായത് പലർക്കും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ്. നല്ല കോട്ടണിൽ ഇങ്ങനെ ചിക്കൻ വർക്ക് വരുന്ന സാരി. നല്ലൊരു സ്കൈ ബ്ലൂ കളറാണ് ഈ സാരി. ഇങ്ങനെ വരും, ഇങ്ങനെ ഫുൾ വർക്ക് വരും. സ്കൈ ബ്ലൂ ആണ്. ഇതിനകത്തൊക്കെ വരുന്ന കളേഴ്സ് ഭയങ്കര രസമാണ് കേട്ടോ. ഇതിൻ്റെ ബോഡി, ഇത് നമ്മൾ ഇങ്ങനെ പല്ലു ഇടുന്ന പോർഷനും ഫ്രണ്ടിലെ പോർഷനും കൂടെയാണ് ഇങ്ങനെ ഇത്രയും ഹെവി ആയിട്ടുള്ള വർക്ക് വരുന്നത്. ബോഡി പോർഷനിലേക്ക് വരുമ്പോൾ ഇങ്ങനെ സ്കാറ്റർ ചെയ്തിട്ടുള്ള, അതായത് രണ്ട് സൈഡിലും വർക്ക് പോയിട്ടുണ്ട്. പിന്നെ ബോഡിയിലെല്ലാം ഇങ്ങനെ സ്കാറ്റർ ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് പോയിരിക്കുന്നത്. $1980 സാരിയുടെ റേറ്റ്. ഇത് അടുത്തതൊരു ഒരു നല്ല പീച്ച് പിങ്ക് കളറിൽ വരുന്ന ഒരു സാരിയാണ്. ഇതേ ഇങ്ങനെ വരും. ഓരോന്നിൻ്റെ വർക്ക് ഡിഫറെൻ്റ് ആട്ടോ. ഇതിൻ്റെ വർക്ക് ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ ഒരു ഫ്ലവർ ഡിസൈൻ പോലെ രണ്ട് സൈഡിലും വരും, ബോഡിയിലും വരും. പല്ലൂര് ഇതേ കുറച്ചുകൂടെ വലിയ ഡിസൈൻസ് ഇങ്ങനെ വരുന്നുണ്ട്. പല്ലുവിൻ്റെ അറ്റത്തായിട്ട് വരുമ്പോൾ അതേപോലെ ബോഡിയിലേക്ക് വരുമ്പോൾ അത് ഇങ്ങനെയാണ് വരുന്നത്. സ്കാറ്റർ ചെയ്തിട്ടുള്ള
ഫ്ലവറിൻ്റെ ഡിസൈൻ 1980. അടുത്തത് വരുമ്പോൾ ഒരു ലൈറ്റ് പിങ്ക്, ബേബി പിങ്ക് എന്ന് പറയാം. ഇങ്ങനെ വരും, നല്ല ലൈറ്റ് ഷെയ്ഡ്, ബേബി പിങ്ക് ഷെയ്ഡിൽ വരുന്ന വർക്ക്. ഇതിനകത്തും നമ്മൾ ആദ്യം കാണിച്ച സാരിയുടെ പോലെ തന്നെയുള്ള വർക്കാണ് ഇതിനകത്ത് വരുന്നത്. ബോഡി ഇങ്ങനെ വരും, സ്കാറ്റർ ചെയ്തിട്ടുള്ള വർക്ക്. അടുത്തത് വരുന്നത് ഒരു വൈറ്റ് 1980. ആ സാരീസിന്റെ എല്ലാ റേറ്റ് ഒരുപോലെയാണ്. അടുത്തത് വരുന്നത് ഒരു വൈറ്റ്, നല്ല രസമാട്ടോ ഈ സാരി. വൈറ്റില് ഫുൾ ഇങ്ങനെ എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത്. ബോഡി ഫുൾ ഒരു ഓഫ് വൈറ്റ്, പ്യുവർ വൈറ്റ് അല്ല, ഒരു ഓഫ് വൈറ്റ് എന്ന് പറയാം. ഓഫ് വൈറ്റും വൈറ്റും അങ്ങനെ ഭയങ്കര തെളിഞ്ഞ വൈറ്റ് അല്ല. ഫുൾ ബോഡി ഇങ്ങനെ എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ 2 ബോർഡറിലും ഇങ്ങനെ ഒരു ജെറി വന്നിട്ടുണ്ട്. പക്ഷേ ഈ ജെറി വന്നിട്ടുണ്ടെങ്കിലും ഈ വൈറ്റിൻ്റെ ത്രെഡും ജെറിയുടെ ത്രെഡും കൂടെ മിക്സ് ആയിട്ട് പോയിരിക്കുന്നതുകൊണ്ട് ഈ ജെറി വീവിങ് ഭയങ്കര എടുത്ത് കാണിക്കുന്ന ബോർഡറല്ല. വളരെ എലഗൻ്റ് ആയിട്ടുള്ള ഒരു സാരി. നമുക്ക് മാമോദീസയോ അങ്ങനെയൊക്കെയുള്ള ഹോളി കമ്മ്യൂണിയൻ അങ്ങനെയൊക്കെയുള്ള ഫങ്ഷൻസിനൊക്കെ കൊടുക്കാനൊക്കെ നല്ല സാരിയാണ്. വീഡിയോഗ്രാഫർ പറയാം അമ്പലത്തിൽ പോകാനും നല്ലതാണ്. അതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ഇതേപോലെ ഈ ഓഫ് വൈറ്റ് വന്നിട്ട് കയ്യിലിങ്ങനെ ഈ ഒരു ബോർഡർ ഡിസൈനാണ് വരുന്നത്. ഇത് ഈ സാരിയുടെ അതിൻ്റെ മെറ്റീരിയലിൽ ഇങ്ങനെ ഒരു ലൈൻസ് പോലെ ഒരു ഡിസൈൻ കാണാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ ഡിസൈൻ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ എംബ്രോയിഡറി വർക്കും കൂടെ വരുന്നത്. അത് ബോഡി സാരിയുടെ ആ മെറ്റീരിയൽ ഫുൾ അങ്ങനെയാണ്. പല്ലു വരുന്നത് ഇങ്ങനെയാണ്. പല്ലു സിമ്പിളായിട്ടുള്ളൊരു പല്ലുവാണ്. ജസ്റ്റ് ആ ഗോൾഡൻ ജെറിയുടെ ഇങ്ങനെ ഒരു ലൈൻസ് പോയിരിക്കുന്നു. സാരി ഫുൾ ഇങ്ങനെ എംബ്രോയിഡറി വരും. ഫുൾ സാരിയിൽ ഇങ്ങനെ എംബ്രോയിഡറി. ഹാഫ് പോർഷൻ ഒന്ന് അതായത് നമ്മൾ ഉടുക്കുന്ന മറ്റേ പോർഷനിൽ, അതായത് ഇങ്ങനെ നമ്മൾ കുത്തുന്ന പോർഷനിലേക്ക് വരുമ്പോൾ ഹാഫായിട്ട് വരും. ഇതിങ്ങനെ ഈ സാരിയുടെ റേറ്റ് 3500 ആണ്. ഈ സാരിയുടെ റേറ്റ്. അപ്പം ഇന്ന് ഇത്രയുമാണ് നമ്മുടെ സാരിയുടെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി. നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. ഇനി പ്രത്യേകം ഒന്നുകൂടെ ഞാൻ പറയുവാണ്, നമ്മുടെ വാട്സപ്പിൻ്റെ പ്രൊഫൈലിൽ എൻ്റെ പിക്ചർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, വേറെ പിക്ചേഴ്സ് അല്ല. ഇമ്മീഡിയറ്റ് ആയിട്ട്, അതായത് നമ്മൾ തന്നെ റെസ്പോണ്ട് ചെയ്യുന്ന മെസ്സേജസ് ആണ് എപ്പോഴും ഞങ്ങൾ കൊടുക്കാറുള്ളത്. ഇങ്ങനെ ഓട്ടോമേറ്റഡ് ആയിട്ട് വെച്ചിരിക്കുന്ന താങ്ക് യു ഫോർ കോൺടാക്റ്റിംഗ് അങ്ങനെയൊന്നുമുള്ള മെസ്സേജസ് ഒന്നും നമ്മൾ, അങ്ങനെയുള്ള അലേർട്ടൊന്നും നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഏതെങ്കിലും പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സെൻഡ് ചെയ്യുക. വീണ്ടും പുതിയ കളക്ഷൻസുമായി നമ്മൾ വീണ്ടും കാണും. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.